ഇവരല്ലല്ലോ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നേ. ഇല്ലമ്മേ, ഇനി മാറി ചിന്തിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഇവിടെ തിരുത്താൻ എന്നെ കൊണ്ട് പറ്റില്ലല്ലോ. ഏത് തെരുവിലേക്ക് പോയാലും എന്റെ മുത്തശ്ശിക്കൊപ്പം ഞാനുണ്ടാവും. മോനെ, ഇല്ല മുത്തശ്ശി, മുത്തശ്ശിക്ക് ഒരപമാനം വരില്ല. പൊന്നുപോലെ ഞാൻ നോക്കും, അതിനി തെരുവിലായ പോലും. അങ്ങനെയാണ് തീരുമാനമെങ്കിൽ മുത്തശ്ശിയും വരണം മാത്രമായിട്ട് ഇവിടെ നിറങ്ങില്ല. ഞാനും വരണം നിങ്ങളുടെ കൂടെ. ഒരു 10 മിനിറ്റ് ഞാൻ എൻ്റെ ഡ്രസ്സോട് എടുത്തിട്ട് വരാം. മോളെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നേ? ഇറങ്ങുമ്പോഴേ എല്ലാവരും കൂടി ഇറങ്ങാൻ തീരുമാനിച്ചത് നന്നായി. ഒരു 10 മിനിറ്റ് അല്ലേ ഉള്ളൂ, അതിനുള്ളിൽ ഇറങ്ങിക്കൊള്ളണം. അല്ലാതെ തീരുമാനം മാറ്റിയെന്നും പറഞ്ഞ് പിന്നെ ഇവിടെ കണ്ടുപോകരുത്. വടിമോളെ, ദേ ഞങ്ങളെ ഉമ്മറത്തുണ്ടാവും. 3 പേരും വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ടേ ഞങ്ങൾ തിരിച്ചു പോവും. വടി. മോളെ, ജയഭാരതിയമ്മേ, സാരമില്ല മോളെ, ഇതൊന്നും വലിയ കാര്യാക്കണ്ട. മോളെ, അവര് വരുന്നത് കണ്ടപ്പോഴാ ഞാൻ നിന്നെ ഫോൺ ചെയ്തത്. അവരെന്തെങ്കിലും അപകടം ഉണ്ടാക്കുമെന്ന് ഭയന്നിട്ടാ. നീ വന്ന മുത്തശ്ശിയും പ്രിയങ്കയും എങ്ങനെയും പറഞ്ഞു വിടാന്ന് ഞാൻ കരുതിയത്. അതിനു മുമ്പ് വരണം മുത്തശ്ശി ഇറങ്ങുന്നു, അതിന്റെ കൂടെ നീയും. എന്ത് ചെയ്യാനാമേ? വരുണോടും മുത്തശ്ശിയോടും നീയൊന്നും സംസാരിക്കും മോളെ. ഇവിടുന്ന് ഇറങ്ങിയിട്ട് അവരെങ്ങോട്ട് പോവാനാ? ഇവിടെ അപമാനിക്കപ്പെട്ടതിനേക്കാൾ എത്ര കൂടുതലായിരിക്കും തെരുവിൽ അവരെ അനുഭവിക്കേണ്ടി വരിക. അതൊന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിനക്ക്? അമ്മേ, സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കണിമംഗലത്തെ മഹാറാണി കണിമംഗലത്തെ മഹാറാണി എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയെ കളിയാക്കാറുണ്ടായിരുന്നല്ലേ? പക്ഷെ ഒരർത്ഥത്തിൽ അത് സത്യം അമ്മേ. മുത്തശ്ശി അവിടുത്തെ മഹാറാണി തന്നെയായിരുന്നു. മുത്തശ്ശിക്കൊരു ചെറിയ വേദന ഉണ്ടായാൽ പോലും വരുണത് സഹിക്കില്ല. മുത്തശ്ശി ഇങ്ങനെ നാണം കിടുന്ന സ്ഥലത്ത് വരുണ നിൽക്കില്ല. അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ ഞാനെന്ത് പറയാനാ? അച്ഛൻ പോലും സ്ഥലത്തില്ല. അച്ഛൻ തിരിച്ചു വരട്ടെ എന്തെങ്കിലും കരുതിക്കൂടെ നിനക്ക്? അച്ഛൻ വരുമ്പോ അമ്മ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി. മുത്തശ്ശിയും പ്രിയങ്കയ്ക്ക് ജയിക്കാൻ തീരുമാനിച്ചവരല്ലേ, അവർ ജയിച്ചുകൊണ്ടേയിരിക്കും. ദൈവങ്ങൾ പോലും ചില ദുഷ്ടന്മാരുടെ മുന്നിൽ തോറ്റുപോകാറല്ലേ? അതിലൊന്നും കാര്യമില്ല.